പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്ത് തന്നത്. ദൈവ വചനമാണ് നമ്മൾ കേട്ടത്. ഒരുപക്ഷെ എന്നെ പലപ്പോഴും പേടിപ്പെടുത്തുന്ന വചനങ്ങളാണിവ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന തോന്നൽ. വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിക്കുന്നുണ്ട്, ദിവ്യബലിയിൽ ആത്മാർത്ഥമായി സംബന്ധിക്കുന്നുണ്ട്, വചനം പഠിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്, പങ്കുവയ്ക്കുന്നുണ്ട്, വേറെ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ചെയ്യാത്ത നന്മ അതെന്നെ വല്ലാതെ അലട്ടുന്നു. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എപ്പോഴാണ് വിശക്കുന്ന ഒരുത്തന്, വിശക്കുന്ന ഒരു മനുഷ്യന് ഭക്ഷണം വാങ്ങിക്കൊടുത്തത്? ഈ അടുത്ത കാലത്തൊന്നും കൊടുത്തിട്ടില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, അതും ചെയ്തിട്ടില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, അതൊരു പക്ഷെ ചെയ്തു കാണും. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഒത്തിരി കുറ്റബോധം തോന്നിപ്പിക്കുന്ന വചനഭാഗമാണ്. ഓരോ പ്രാവശ്യവും ഡ്രസ്സൊക്കെ എടുക്കാനായി ഡ്രസ്സ് അലമാരയിൽ നിന്ന് എടുക്കുമ്പോൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ ഉള്ള ചില, ചീത്തയായിട്ടൊന്നുമില്ല, നല്ല ഡ്രസ്സാണ്, വർഷങ്ങളായിട്ട് ഉപയോഗിക്കാത്തതൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. ഇതൊക്കെ എടുത്ത് ആർക്കെങ്കിലും കൊടുത്തുകൂടെ എന്ന ചിന്ത എന്നെ വല്ലാതെ അലട്ടും. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. വളരെ അപൂർവമായിട്ടെങ്കിലും ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ഒരിക്കലും ചെയ്തിട്ടില്ല. ഈ ആയുസ്സിൽ ഇന്നേ വരെ ആ കാര്യം ചെയ്തിട്ടില്ല. പിന്നെ അതിനെ നമുക്ക് വേറെ കുറെ ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ വരുത്താം. കാരാഗ്രഹം എന്ന് പറയുമ്പോൾ അത് അടിമത്തങ്ങൾക്ക് അകപ്പെട്ടവരായിരിക്കാം, മയക്കുമരുന്നിന് അടിപ്പെട്ടവരായിരിക്കാം, അതിൻ്റെ ബന്ധനത്തിൽ കഴിയുന്നവർ. അങ്ങനെയുള്ളവരെ നമ്മൾ ആക്റ്റീവായിട്ട് പോയി അവരെ രക്ഷപ്പെടുത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ?
നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഈ കാര്യങ്ങൾ ആക്റ്റീവായിട്ട് ചെയ്യാതെ ഒരു ക്രിസ്തു അനുയായിയായി ജീവിക്കുന്നതിൽ യാതൊരു കാര്യവുമുണ്ടെന്ന് തോന്നുന്നില്ല. വളരെയധികം എളിമപ്പെടുത്തുന്ന വചന ഭാഗങ്ങളാണിത്. നമ്മളിങ്ങനെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പെരുന്നാളുകളും പ്രഭാഷണങ്ങളും നിരന്തരമായ ബൈബിൾ പാരായണവും അങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. 1400 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വചനം വായിക്കും. ഇതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഈ അന്തസത്ത, ഈ കോറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അതൊരു വലിയ വാണിംഗ്, ഒരു വാണിംഗ് സൈൻ. ഇപ്പോഴും വൈകിപ്പോയിട്ടില്ല. ഇപ്പോഴും നമ്മൾ ജീവനോടെ ഇരിക്കുന്നു. ആ നല്ല കള്ളനെ നമുക്ക് ഓർക്കാം. ഒട്ടും വൈകിപ്പോയിട്ടില്ല. ഇനിയും സമയമുണ്ട്. കർത്താവ്, നമ്മുടെ അബ്ബാ പിതാവ് കരുണാമയനാണ്. നമുക്ക് ഈ കാര്യങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാം. വിശക്കുന്നവർക്ക് ആഹാരം, വസ്ത്രമില്ലാത്തവന് വസ്ത്രം, രോഗി സന്ദർശനം, കാരാഗ്രഹ സന്ദർശനം. ഇനി കാരാഗ്രഹത്തിൽ പോകാം, ഒരു ജയിലിൽ സന്ദർശിക്കാനൊക്കെ ഒത്തിരി പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ഒരു പുരോഹിതനൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. പുരോഹിതന്മാരിൽ എനിക്ക് ഭയങ്കര മതിപ്പ് തോന്നിയൊരു പുരോഹിതൻ. പുള്ളി ജയിൽ മിനിസ്ട്രിയിലുള്ള ആളാണ്. പുള്ളി പറയുന്നത്, അപ്പൻ അമ്മയെ കൊന്നു, 2 പെൺമക്കൾ അനാഥരായി പോയി, അതൊന്ന് ടീനേജിലോട്ടൊക്കെ കടക്കുന്ന പ്രായം, കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നു, എന്ത് ചെയ്യും? ഒക്കെ എടുത്ത് അടുത്തുള്ള കന്യാസ്ത്രീ മഠത്തിൽ അവരവരെ 2 പേരെയും പ്രൊഫഷണൽ കോഴ്സുകളിൽ ചേർത്ത്, ഒരാളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു, അവർ ഫോറിൻ രാജ്യത്തോട്ട് പോവുകയാണ്, മറ്റേയാളുടെ കഴിയാറായി. അതൊക്കെയല്ലേ ക്രിസ്തു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? വളരെയധികം എളിമപ്പെടുത്തുന്ന വചനങ്ങൾ, വളരെയധികം കുറ്റബോധം തോന്നുന്ന വചനങ്ങൾ. അതേസമയം ഇന്നും ജീവനോടെ ഇരിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്ന സമയങ്ങൾ. കാരണം ആ നല്ല കള്ളനെ പോലെ അവസാന ആളുകൾക്ക്, അവസാന മണിക്കൂറിന്, അവസാന നിമിഷങ്ങൾക്ക് മുമ്പെങ്കിലും ഇതൊക്കെ ചെയ്യുവാൻ സാധിച്ചാൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.